നമസ്കാരം എല്ലാവർക്കും. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ സ്പെഷ്യൽ പേഴ്സൺ അടുത്ത 48 മണിക്കൂറിൽ നിങ്ങളെപ്പറ്റി എന്താണ് ചിന്തിക്കാൻ പോകുന്നത്. വീക്കെൻഡൊക്കെയാണ്, അപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ എന്താണ് ഇവരുടെ മനസ്സിൽ നിങ്ങളെപ്പറ്റിയുള്ള ചിന്തകളെന്ന് നമുക്ക് നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ വീഡിയോ കാണുന്നത് ആ സമയത്ത് നിങ്ങൾക്കിത് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എങ്ങനെയാണോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് അതുപോലെ മാത്രം എടുക്കുക, ബാക്കിയുള്ളത് വിട്ട് കളഞ്ഞേക്കുക. ഒരു എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് മാത്രമായിട്ടും ഇത് കാണും. ഓക്കെ. അതേപോലെ ഞാനും നിങ്ങളുമായിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് ഈ ചാനലാണ്. എനിക്ക് നിങ്ങളുടെ എനർജി കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളിൽ കൂടി മാത്രമേ എനിക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൂടുതൽ ആക്യുറേറ്റ് റീഡിങ്സ് നമുക്ക് തരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഡിവൈൻ, പ്ലീസ് ഗൈഡ്. What are my viewers' person going to think about them in the next 48 hours? What are my viewers' person going to think about them in the next 48 hours? What are my viewers' person going to think about them in the next 48 hours? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ പറ്റി അടുത്ത 48 മണിക്കൂറിൽ എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ പറ്റി അടുത്ത 48 മണിക്കൂറിൽ എന്താണ് ചിന്തിക്കാൻ പോകുന്നത്? ഇത്രയും ഷഫിൾ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ, ഇതിന് മുന്നേ ചെയ്തിട്ടുള്ള പേഴ്സണൽ റീഡിങ്സും ജനറൽ റീഡിങ്സും ഉണ്ടായിരിക്കും. ആ എനർജി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പ്ലീസ് ഗൈഡ്. ഫസ്റ്റ് കാർഡ്, ദ മജീഷ്യൻ. Page of Cups, the Tower, Five of Wands, Eight of Wands, Ace of Wands, the Fool, wow, Ace of Cups, Seven of Wands. എപ്പോഴും ആൾക്ക് കൺഫ്യൂഷനാണ് അല്ലേ? നമ്മളെന്ത് ചെയ്യുക ഈ കൺഫ്യൂഷൻ മാറ്റി കൊടുക്കാൻ? പേഴ്സണായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയും, ഒരമണിക്കൂറെങ്കിലും ദിവസം കേട്ടോ. അതേപോലെ നിങ്ങളും അതെ, നിങ്ങൾ എജിറ്റേറ്റഡ് ആണ്, കൺഫ്യൂസ്ഡ് ആണ്, ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ദിവസം ഒരമണിക്കൂർ നേരം ഭഗവാനെ, നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനെ വിചാരിച്ചിട്ട് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുകയോ ഒരു നാമജപമോ ഒക്കെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് കുറച്ചൊരു സ്ട്രെങ്ത്ത് കിട്ടും. ഓക്കെ, നല്ലത് മാത്രം വിചാരിക്കുക. ഒരിക്കലും മറ്റൊരാൾക്ക് കേട് വരണമെന്ന് വിചാരിച്ച് മെഡിറ്റേറ്റ് ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ച പറയാം, പിന്നീട് ഞാൻ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, നിങ്ങളെ അറിഞ്ഞോ അറിയാതെയോ ഇവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കുറച്ചൊന്നുമല്ല, ഒരുപാട് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സണുമായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന നമ്പേഴ്സ്: നമ്പർ 1, നമ്പർ 16, നമ്പർ 5, നമ്പർ 8, നമ്പർ 7. ഇപ്പോൾ അത്രയും ആണ് കാണുന്നത്. അതേപോലെ നിങ്ങളുടെ പേഴ്സൺ ഒരു കറണ്ട് പോയി കേട്ടോ, അല്ല ഞാനൊന്ന് പോസ് ചെയ്തേ. നിങ്ങളുടെ പേഴ്സൺ ഒരു ടോറിയൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതേപോലെ ടവർ കാർഡിന് പ്രത്യേകിച്ച് ഒരു സോഡിയാക്കൊന്നും ഇല്ല. ഓക്കെ, കപ്സിൻ്റെയും വോൺസിൻ്റെയും സ്പോർട്സിൻ്റെയും എനർജി ആണ് മേജറായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ,
കപ്സിൻ്റെ എനർജി വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം. അതേപോലെ വോൺസിൻ്റെ എനർജി വെച്ചിട്ട് നമുക്ക് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ടോറസ് പറയുമ്പോൾ ഋഷഭരാശിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് വന്നിരിക്കുന്നത്. ദ ഫൂളിൻ്റെ എനർജി വെച്ചിട്ട് നമുക്ക് ഏരീസാണ് കൂടുതലായിട്ടും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കാർഡ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇന്ന് വെളിച്ചം കുറവായിട്ട് തോന്നുന്നുണ്ടാവും, ക്ഷമിക്കുക, കറണ്ട് പോയി, അതുകൊണ്ടാണ്. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കാം കേട്ടോ. എന്നുവെച്ചാൽ ഒരുപാട് പൊട്ടൻഷ്യലൊക്കെ ഉള്ള ഒരാളാണ്. ഒരു ക്ലൂ തന്നേ ഉള്ളൂ. ഒരു നേഴ്സോ ഡോക്ടറോ ഒരു ഹീലറായിരിക്കാം, ഈ റെയ്ക്കി അങ്ങനത്തെയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഹീലറായിരിക്കാം, ഈവൻ ആസ്ട്രോളജർ അങ്ങനത്തെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഓക്കൾട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇവർ നിങ്ങളെ അടുത്ത 24 മണിക്കൂറെന്നല്ല എപ്പോഴും, കാരണം ഇൻഫിനിറ്റിയുടെ സൈൻ കണ്ടോ, നിങ്ങളെ 24 മണിക്കൂറും മാനിഫെസ്റ്റേഷൻ തന്നെയാണ്. അപ്പോൾ അടുത്ത 48 മണിക്കൂറിലും അത് തന്നെയാണ്. അവർ തുടർച്ചയായിട്ട് നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അടുത്ത ഒരു 48 മണിക്കൂറിൽ നിങ്ങൾക്കൊരു മെസ്സേജോ കോളോ എല്ലാം വരാനുള്ള സാധ്യത വളരെയധികമുണ്ട്. അവരാലോചിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങളൊരു ടവർ മൂവ്മെൻറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കണം. എന്തെങ്കിലും ഒരു വലിയ മാറ്റം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാൻ സാധ്യത, അവരുടെയോ ലൈഫിൽ വന്നിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. ആ മാറ്റം മൂലം ഇവരൊരു കൺഫ്യൂഷനിലാണ്. കൺഫ്യൂഷനെ പറ്റിയാണ് ഇവർ കൂടുതലും ചിന്തിക്കുന്നത്. കാരണം ഈ ടവർ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നു, അതിനെ എങ്ങനെ തരണം ചെയ്യേണ്ടത് എന്നുള്ളൊരു ക്ലൂ ഇല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടവർ മൂവ്മെൻറ്റിനെ പറ്റിയിട്ടും അതേപോലെ ഈ തടസ്സം, അതായത് നിങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിൽ വന്നിട്ടുള്ള തടസ്സമുണ്ടല്ലോ, അതിനെപ്പറ്റി ഒത്തിരി ബോധേഡാണ്. അതിനെപ്പറ്റി 48 മണിക്കൂറെന്നല്ല എപ്പോഴും ഇവർ ചിന്തിക്കുകയാണ്. ഓക്കെ, അതെങ്ങനെ തരണം ചെയ്യണം എന്നറിയാൻ വയ്യാതെ ഒരു കൺഫ്യൂഷനിലാണ് അവർ. ഇപ്പോൾ എന്തോ ഒരു സിറ്റുവേഷനിൽ അവരെ തന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് വേണമെങ്കിൽ ആക്ഷൻ എടുക്കാം, പക്ഷേ അവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ കാരണം നമുക്ക് ക്ലാരിഫൈ ചെയ്ത് പിന്നീട് മനസ്സിലാക്കാം. പക്ഷേ നിങ്ങളുമായിട്ട് ഒരു പുതിയ റൊമാൻറ്റിക് സ്റ്റാർട്ട് അവർക്ക് വേണം. അതിനെ പറ്റിയിട്ട് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും ആലോചിക്കും. അടുത്ത 2 ദിവസങ്ങളിൽ ഇവരത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഫുളിൻ്റെ കാർഡ് വെച്ചിട്ട് ചില സമയത്ത് അവർക്ക് തോന്നും, എന്തിനാ നമ്മളിങ്ങനെ സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്, ദൈവത്തിൻ്റെ കയ്യിൽ ഭാരം ഏൽപ്പിച്ചിട്ട് കണ്ണും അടച്ച് നമുക്ക് മുന്നോട്ടങ്ങ് പോവാം എന്ന് ഒരു ചിന്തയും അവർക്ക് അടുത്ത 48 മണിക്കൂറിൽ വരാൻ സാധ്യതയുണ്ട്. ഇവർ ട്രാവലിനെ പറ്റിയിട്ടും ആലോചിക്കുന്നുണ്ടാവും. ഒരു പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന കാര്യമായിരിക്കും ഒരു ട്രാവലിനെ പറ്റി ഇവർ ആലോചിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഇനി കെയർ ഫ്രീ ആയിട്ട് മുന്നോട്ട് പോവാം, കാരണം ഈ ആലോചിച്ചിരിപ്പ് മതി എന്നുള്ളൊരു ചിന്ത ഇവർക്ക് വരാനും സാധ്യതയുണ്ട്. ഓർക്കുക, ഇതെല്ലാം എല്ലാ പേർക്കും റെസനേറ്റ് ആവണമെന്നില്ല. കാരണം നിങ്ങൾ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ടായിരിക്കും, എല്ലാവരുടെയും സിറ്റുവേഷൻ ഒന്നായിരിക്കില്ലല്ലോ. നിങ്ങൾക്ക് എത്രത്തോളം റെസനേറ്റ് ആവുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ഓക്കെ, കൂടുതൽ അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. ഓക്കെ, പോലെ ഏസ് ഓഫ് കപ്സ് അറിയാലോ, മനസ്സ് നിറയെ സ്നേഹമാണ്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ചിന്ത, നിങ്ങളെപ്പറ്റിയുള്ള ചിന്ത തന്നെയാണ് അടുത്ത 48 മണിക്കൂറിൽ. നിങ്ങളുടെ അടുത്തേക്ക് സ്നേഹവും കൊണ്ട് എത്രയും വേഗം എത്തണം. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് അവർക്ക് വേണം. ഈ ടവർ മൊമെൻ്റ് തരണം ചെയ്ത് സെൽഫ് റെസ്ട്രിക്ഷനൊക്കെ മറികടന്ന് നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് സ്നേഹത്തോടെ ഒന്നും ആലോചിക്കാതെ വരണം എന്ന് അടുത്ത 48 മണിക്കൂറിൽ ഇവർ ആലോചിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ 7 ഓഫ് വോൺസ് എന്ന് പറയുമ്പോൾ ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് വന്നത് 7 ഓഫ് വോൺസ് ആണ്. പ്രഥമ ദൃഷ്ട്യാ കാണുന്നതാണ് ഞാൻ പറയുന്നത്. എന്തോ ഒരു ഡിഫെൻസീവ് മോഡിലാണ് ഇപ്പോൾ ഇവർ. എന്തുകൊണ്ടാണെന്നറിയില്ല, എന്തോ ഒരു സെൽഫ് ഡിഫെൻസ് മൂലം ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരിക്കുകയായിരിക്കും, ഒരു മെസ്സേജ് ഒന്നും റിപ്ലൈ ചെയ്യാതെ അങ്ങനെയൊക്കെ ഇരിക്കുകയായിരിക്കും. പക്ഷെ അതുകൊണ്ട് അവർ നിങ്ങളെ ഓർക്കുന്നില്ല എന്നർത്ഥമില്ല. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നതുകൊണ്ട് നിങ്ങളോട് സ്നേഹം തന്നെയാണ് കേട്ടോ. അത് നമുക്ക് എല്ലാ കാർഡ്സ് ഒന്ന് ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. Divine, please clarify the magician. Divine, please clarify.
the magician, and please clarify the magician, divine. Please clarify the magician. ഓവർ തിങ്കിങ്ങിലാണ്. ഞാൻ പറഞ്ഞില്ലേ 24 മണിക്കൂറും നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ്. ഓക്കെ. ആൻഡ് ക്വീൻ ഓഫ് കപ്സ് ആലോചിച്ച് ഒരുപാട് ഇമോഷണൽ ആവേണ്ട. അതുകൊണ്ടാണ് നിങ്ങളെ മാനിഫെസ്റ്റ് ആവുന്നത്. കാരണം ഇവർക്ക് മനസ്സിൽ നിറയെ നിങ്ങളാണ്. അപ്പോൾ നിങ്ങളെപ്പറ്റിയുള്ള ഓവർ തിങ്കിങ് ഉണ്ട്. എന്താണ് സിറ്റുവേഷൻ എന്നറിയില്ല. കാരണം ഇവർ സ്വയം കോണ്ടാക്ട് ചെയ്യാതെ റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നറിയില്ല. അതിനെ പറ്റിയിട്ട് ബോധറേഷൻ ഉണ്ട്. അടുത്ത 48 മണിക്കൂറിലും ആ ബോധറേഷൻ കണ്ടിന്യൂ ചെയ്യും. അവർക്ക് ഇമോഷണൽ ആയിട്ട് അവർ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. പ്ലീസ് ക്ലാരിഫൈ പേജ് ഓഫ് കപ്സ്. ഹെർമിറ്റ് ആൻഡ് ദ സൺ കാർഡ് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ. നിങ്ങളാണ് അവരുടെ ലൈഫിലുള്ള പോസിറ്റിവിറ്റി, സന്തോഷം. അവരുടെ ജീവിതത്തിലുള്ള ഒരേ ഒരു ഹോപ്പ് നിങ്ങളാണ്. ഓക്കെ. അവരുടെ ദൈനംദിന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ഒന്നും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അതിൽ നിങ്ങളെ മാത്രം ധ്യാനിച്ച് ഒരു ഭാഗത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നൊന്നും ഇതിനർത്ഥമില്ല. എല്ലാ കാര്യങ്ങളും അവർ പതിവ് പോലെ ചെയ്യുന്നുണ്ട്. ഡേ ടു ഡേ ലൈഫ് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൻ്റെ വെളിച്ചം, അവരുടെ ലൈഫിൻ്റെ സൂര്യൻ പ്രകാശം എന്നൊക്കെ പറയുന്നത് നിങ്ങളാണ്. ആ നിങ്ങളെ അവർ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് ഈ അടുത്ത 48 മണിക്കൂറിൽ ആ മിസ്സിങ് എനർജി സഹിക്കാൻ വയ്യാതെ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഇതിൽ കാണുന്നത്. ക്ലാരിഫൈ ദ ടവർ. ക്ലാരിഫൈ ദ ടവർ. എയ്റ്റ് ഓഫ് കപ്സ് ആൻഡ് ദ ഹാങ്ഡ് മാൻ. കണ്ടോ? ആ ടവർ മൂവ്മെൻ്റ് നിന്ന് അവർക്ക്, സ്റ്റക്ക് മൂവ്മെൻ്റ് നിന്ന് അവർക്ക് രക്ഷപ്പെടണം. ഓക്കെ. ചിന്തകൾ മാറി വരുന്നു. ഇത്രയും നാൾ സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്ത് ആ ഒരു മൊമെൻറ്റിൽ സ്റ്റക്കായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ആലോചിക്കുന്നു, ഈ സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം, രക്ഷപ്പെട്ട് അവിടെ നിന്ന് പോകണം. ഓക്കെ. എയ്റ്റ് ഓഫ് കപ്സ് വാക്കിംഗ് അവേ ഫ്രം ദ സിറ്റുവേഷൻ എന്നാണ്. ആ ടവർ മൂവ്മെൻ്റ് എനിക്കിനി വേണ്ട, എനിക്കിനി ഇവരുടെ അടുത്തേക്ക് വന്നാൽ മതി എന്നുള്ളൊരു ചിന്തയിൽ അവർ എത്തിയിട്ടുണ്ട്. ആ ഒരു കാർഡ് കൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് ഇപ്പോൾ കണ്ട സോഡിയാക്സ് ഏതാണെന്ന് പറഞ്ഞുതരാം. ക്ലാരിഫൈ ഫൈവ് ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ ഫൈവ് ഓഫ് വാൻഡ്സ്. Seven of Pentacles and the Empress. അതായത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് എംപ്രസ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം, ഇവർ ഈ ഒരു സിറ്റുവേഷൻ മൂലം ഒരു വെയിറ്റിംഗ് പീരീഡിലായിരുന്നു. അവരുടെ ഒരു കൺഫ്യൂഷൻ മൂലം നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ ഒരു വെയിറ്റിംഗ് പീരീഡിലായിരുന്നു. ഓക്കെ. കൺഫ്യൂസ്ഡ് ആയിരുന്നു. പക്ഷേ ആ ഒരു കൺഫ്യൂഷൻ അവർക്കിനി മതി. അവർക്ക് അവരുടെ ലൈഫിലുള്ള ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളാണ്. ഓക്കെ. അവർക്ക് ലൈഫിൽ നിങ്ങളുണ്ടായിരുന്നപ്പോൾ നിങ്ങളുടെ ആ കെയർ, നിങ്ങൾ കൊടുത്ത സ്നേഹം, നിങ്ങളുടെ പ്രസൻസ്, ഓക്കെ, അതുപോലെ എനിക്ക് തോന്നുന്നു അവരൊരു ക്രൈസിസിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവരെ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ. ആ ഒരു കെയർ അവരടുത്ത 48 മണിക്കൂറിൽ ഒരുപാട് മിസ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരണം എന്ന് അവർ ആലോചിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ. അപ്പോൾ കപ്സിൻ്റെ എനർജി വെച്ചിട്ട് നമുക്ക് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം രാശികൾ. സ്പോർട്സിൻ്റെ എനർജി വെച്ചിട്ട് നമുക്ക് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അതേപോലെ കപ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം.
ഹാങ്ഡ് മാൻ്റെ എനർജി വെച്ചിട്ട് നമുക്ക് പൈസസ് ആണ്. ഓക്കെ, കാരണം മേജർ അർക്കാന കാർഡ്സിൻ്റെ എനർജി നമ്മൾ കൂടുതലായിട്ട് എടുക്കണം. ഓക്കെ, അപ്പോൾ പൈസസ് എനർജി മീനരാശി കുറച്ച് കൂടുതൽ ഉണ്ടായിരിക്കാം. എംപ്രസ് വെച്ചിട്ട് ടോറസ് ഋഷഭരാശി കുറച്ച് പേർക്ക് ഉണ്ടായിരിക്കാം. ഹെർമറ്റ് വെച്ചിട്ട് വിർഗോ കന്നിരാശി കുറച്ച് പേർക്ക് കൂടുതലായിട്ട് ഉണ്ടായിരിക്കാം. ഓക്കെ, അടുത്ത കാർഡ്സും കൂടെ നമുക്ക് പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്യാം. ക്ലാരിഫൈ 8 of Swords. Clarify 8 of Swords. Please clarify 8 of Swords. Judgment and 8 of Wands. ആ സെൽഫ് റെസ്ട്രിക്റ്റഡ് മോഡിൽ നിന്നും അവർ അടുത്ത 48 മണിക്കൂറിൽ മനസ്സിലാക്കും നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. നിങ്ങളുമായിട്ട് ഈ ജന്മത്തിലുള്ള ബന്ധമല്ല, നിങ്ങൾ തമ്മിൽ ഒരുപാട് ജന്മങ്ങളിലുള്ള ബന്ധമാണ്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. ഒരു കർമ്മബലം കൊണ്ടാണ് നിങ്ങൾക്ക് തമ്മിൽ കാണാൻ സാധിച്ചത്. നല്ല കർമ്മബലം എന്ന് തന്നെ വെച്ചോളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് തമ്മിൽ കാണാൻ സാധിച്ചത്. അതുകൊണ്ട് നിങ്ങളുമായിട്ട് സ്പീഡി ആക്ഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എത്രയും വേഗം ഉണ്ടാവണം എന്ന് അവരടുത്ത 48 മണിക്കൂറിൽ ആലോചിക്കും. ക്ലാരിഫൈ Ace of Wands. Clarify Ace of Wands. Clarify. Oops. ഓക്കെ, രണ്ടും എടുക്കാം, തനിയെ വീണതാണ്. ഓക്കെ, ബോട്ടം ഓഫ് ദി ഡെക്കും കൂടി എടുക്കാം. ഓക്കെ, 2 കാർഡ് ഒരുമിച്ച് വീണതുകൊണ്ട് എടുക്കണോ വേണ്ട, എടുക്കാം. നല്ല കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് സ്റ്റാർ ഉണ്ട്, 5 of Wands ഉണ്ട്, കിങ് ഓഫ് കപ്സ് ഉണ്ട്. കിങ് ഓഫ് കപ്സ് വീണിട്ട് എടുക്കാതിരുന്നാൽ വളരെ സങ്കടമാണ്. കിങ് ഓഫ് കപ്സ് അറിയാലോ, ഒരുപാട് സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്ന, ഓക്കെ, നിങ്ങളുമായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആയിട്ട് ഹൈലി ഇമോഷണലായിട്ട് നിങ്ങളെ പറ്റി ആലോചിക്കേണ്ട. നിങ്ങളവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റാണ് നിങ്ങളെ കിട്ടുക എന്നുള്ളത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റാണ്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കത്തിലെത്തണം എന്ന് തന്നെയാണ് അവരടുത്ത 48 മണിക്കൂറിൽ ആലോചിക്കാൻ പോകുന്നത്. കൺഫ്യൂഷൻ മറികടന്ന് സ്നേഹവും കൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക്, അവരുടെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ അടുത്തേക്ക് വരണം എന്ന് തന്നെയാണ് ഇവർ അടുത്ത 48 മണിക്കൂറിൽ ആലോചിക്കാൻ പോകുന്നത്. ക്ലാരിഫൈ ദ ഫൂൾ. Clarify the Fool. Clarify the Fool. Queen of Swords and King of Wands. Okay. നിങ്ങളുടെ ഇടയിൽ ആരോ ഒരു തേർഡ് പേഴ്സൺ ഉള്ളതായിട്ടൊരു ഫീലിംഗ് എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, അതിന് മുന്നേ സ്റ്റാർ കാർഡ് വെച്ചിട്ട് അവരുടെ സോഡിയൊക്കെ വന്നിട്ട് അക്വേറിയസ് കുംഭം ആവാൻ സാധ്യതയുണ്ട്. വാൺസിൻ്റെയും സോട്സിൻ്റെ എനർജി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് ഫോളിനെ ക്ലാരിഫൈ ചെയ്തത് ക്വീൻ ഓഫ് സോട്സും കിങ് ഓഫ് വാൺസും ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എടുക്കേണ്ടി വരും ഇവരുടെ ലൈഫിലുള്ള ഒരു ഫീമെയിൽ അമ്മ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അവർക്ക് നിങ്ങളുടെയോ അവരുടെയോ അമ്മ ഈ ബന്ധത്തിന് എതിരായിരിക്കണം. ആ എതിർപ്പ് മറികടന്ന് ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, അമ്മയെ കാര്യം അറിയിക്കണം, സംസാരിക്കണം, ഒരു തീരുമാനത്തിലെത്തണം, നിങ്ങളുമായിട്ടൊരു നല്ല റിലേഷനിലെത്തണം എന്ന് തന്നെയാണ് ഇവരടുത്ത 48 മണിക്കൂറിൽ ആലോചിക്കാൻ പോകുന്നത്. കാരണം ഇത് ഫൂളാണ്, ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആണ്. ദൈവത്തിൻ്റെ മേലെ ഭാരം ഇട്ടിട്ട് നമുക്ക് രണ്ടും കൽപ്പിച്ച് അമ്മയോട് പോയി സംസാരിക്കാം, ഈ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ അടുത്ത് പറയാം. ഇവർ ഹൈലി അട്രാക്റ്റഡ് ആണ് നിങ്ങളുമായിട്ട്. അത് വീണ്ടും 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 നമുക്ക് കാർഡ്സ് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുമായിട്ടൊരു യൂണിയനിലെത്തണം, അതുകൊണ്ട് ഞാൻ ഇനി വെയിറ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇവരുടെ തീരുമാനം. ക്ലാരിഫൈ ഈസ് ഓഫ് കപ്സ്. അപ്പോൾ അടുത്ത 48 മണിക്കൂറിൽ ചിലർക്കെങ്കിലും അവരവരുടെ പാർട്ട്നേഴ്സ് അവരവരുടെ വീടുകളിൽ സംസാരിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്കൊരു പ്രൊപ്പോസലുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. ക്ലാരിഫൈ ഏസ് ഓഫ് കപ്സ്. വീണ്ടും അത് തന്നെയാണ് 8 ഓഫ് സ്വാർഡ്സ് ആൻഡ് 6 ഓഫ്
സ്വാട്സ്, അതായത് സ്റ്റക്ക് സിറ്റുവേഷനിൽ നിന്ന് അവർ പുറത്ത് കടന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്ന ഒരുപാട് സ്നേഹവുമായിട്ട്. കാരണം ബാക്കി എല്ലാ കാർഡ്സും, ഈ കാർഡ്സ് രണ്ടും നെഗറ്റീവ് കാർഡ്സ് ആണ്. പക്ഷേ ഓവറോൾ റീഡിങ് നമുക്ക് എന്താ വന്നത്, പോസിറ്റീവായിട്ടാണ് വന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്കിത് നെഗറ്റീവ് കാർഡ്സായിട്ട് എടുക്കാൻ സാധിക്കില്ല. ഓക്കെ, ഇത് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് തടസ്സങ്ങൾ മറികടന്ന് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു എന്ന് തന്നെയാണ്. നിങ്ങൾ ചിലരെങ്കിലും ലോങ് ഡിസ്റ്റൻസിലായിരിക്കണം. ആ ഡിസ്റ്റൻസ് തരണം ചെയ്തവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് സ്നേഹവുമായിട്ട് വരുന്നുണ്ട്. റെസ്ട്രിക്ഷൻസ് മറികടന്ന് ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരും. ക്ലാരിഫൈ 7 of Wands, clarify 7 of Wands, clarify 7 of Wands. സ്ട്രെങ്ത് ആൻഡ് ഹൈ പ്രീസ്റ്റസ്. ഞാൻ പറഞ്ഞില്ലേ, അമ്മയുടെ എനർജി അവിടെ വളരെ സ്ട്രോങ് ആണ് കേട്ടോ. അവർ ക്ഷമ കൊണ്ടും സ്നേഹത്തോടെ സംസാരിച്ചും, അവിടെ അവർക്കൊരു സെൽഫ് റെസ്ട്രിക്ഷൻ വന്നത് അവരുടെ അമ്മ കാരണം തന്നെയാണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ ഒരു മദർലി ഒരു എനർജിയും അവിടെ ഇതായിട്ട് വരും. ഓക്കെ, പ്രാർത്ഥനയുണ്ട്. അവർ കുറേ അധികം പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധം ശരിയാവാൻ വേണ്ടിയിട്ട്. ആ ഇതൊക്കെ മറികടന്ന് വളരെ ക്ഷമയോടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് അമ്മയെ കൺവിൻസ് ചെയ്യും എന്നാണ് കാണുന്നത്. അപ്പം അടുത്ത 48 മണിക്കൂറിൽ ചിലർക്കെങ്കിലും അവരുടെ സൈഡിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന്, നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് നിങ്ങളുടെ ലേഡിയുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളൊരു ലേഡി ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്കൊരു പ്രൊപ്പോസലൊക്കെ ആയിട്ട് വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ടച്ച് വുഡ്. നമുക്ക് അവരുടെ അടുത്തുനിന്ന് കുറച്ച് ചാനൽഡ് മെസ്സേജസ് നിങ്ങൾക്ക് എന്താണെന്ന് നോക്കാം. എനിക്കിത് വളരെ ഇഷ്ടമുള്ളൊരു പോർഷനാണ് കേട്ടോ. കാരണം വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഈ എനർജി കണക്റ്റ് ആവും. അവരുടെ ഇത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് എടുക്കുന്ന മെസ്സേജസാണ്. അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്ക് നിങ്ങളിൽ ത്രൂ നിങ്ങളുടെ പേഴ്സണൽ എനർജിയുമായിട്ട് കൂടുതൽ ലിങ്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കൂടുതൽ മെസ്സേജസ് നിങ്ങൾക്ക് എത്തിച്ചു തരാൻ എനിക്ക് പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ചാനൽ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. രണ്ട് മൂന്ന് ഇത് താഴേക്ക് പോയിട്ടുണ്ട് കേട്ടോ, ഒന്ന് എടുക്കാമേ. ഇത്രയും വേണോ? കുറച്ച് തിരിച്ച് വെച്ചാലോ? ഒരുപാട് ലോങ് ആയിപ്പോവും, സോറി. ഓക്കെ, നോക്കാം. തേർഡ് പാർട്ടി നോസ്. ഓക്കെ, തേർഡ് പാർട്ടി നോസ് എന്ന് പറയുമ്പോൾ അവിടെ തേർഡ് പാർട്ടി ആയിട്ട് നമുക്ക് കണ്ടത് ആരെയാണ്? അവരുടെ മദറിനെ അല്ലേ? അവർക്ക് അറിയാം, ഓൾറെഡി നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഐ തിങ്ക് അബൌട്ട് യു ഓൾ ദ ടൈം. അവർ എപ്പോഴും നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 48 മണിക്കൂർ തന്നെ ആയിരിക്കും. ഐ നോ ഐ സ്പോയിൽഡ് എവറിത്തിങ്. ഇവരാണ് എല്ലാ കുഴപ്പം ഉണ്ടാക്കിയതെന്നാണ് ഇവർക്ക് തോന്നുന്നത്. ഐ ആം ജെലസ്. അതെന്താ? നിങ്ങൾ വേറെ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുന്നുണ്ടോ? അവർക്ക് ജെലസായിട്ട് ഫീൽ ചെയ്യണം. നിങ്ങൾ വേറെ ആരോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതൊന്നും അവർക്ക് ഇഷ്ടമില്ല. ഓക്കെ, ഐ ക്യാൻ സ്റ്റിൽ ഫീൽ യു. നിങ്ങളെ ഒരു നിമിഷം പോലും മറന്നിട്ടില്ല കേട്ടോ. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. യു ആർ സോ പെർഫെക്റ്റ്. പ്രസൻറ്റ് എനർജിയാണ് കേട്ടോ. നിങ്ങളെപ്പറ്റി ഫുള്ളി അട്രാക്റ്റഡ് ആണ് അവർ. സർപ്രൈസ്. എന്താ സർപ്രൈസ്? മിക്കവാറും അമ്മയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ടാവും. യു ആർ ദ വൺ ഫോർ മീ. അതാണ് അവർ തീരുമാനിച്ചു കഴിഞ്ഞു, നിങ്ങളാണ് അവരുടെ പാർട്ട്ണർ എന്നുള്ളത്. വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ടൈം. ഒരു ശരിയായ സമയത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അവിടെ ഒരു റെസ്ട്രിക്ഷൻ കണ്ടിരുന്നില്ലേ? സെൽഫ് റെസ്ട്രിക്റ്റിംഗ് മോഡാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതായിരുന്നു അത്. സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. വെയിറ്റിംഗ് കാർഡ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ?
want to spend my life with you. ഒരു കല്യാണമൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ. ഡു യു ലവ് മീ? നിങ്ങളവരെ സ്നേഹിക്കുന്നുണ്ടോ? യു ഡിസേർവ് എ ബെറ്റർ പേഴ്സൺ ദൻ മീ. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയണ്ടല്ലേ. കുഴപ്പമൊക്കെ കാണിച്ചിട്ട് എന്നെക്കാളും നല്ലൊരാളെ കിട്ടും എന്ന് പറഞ്ഞാൽ അവർ മനസ്സിൽ നിന്ന് പോകണ്ടേ അല്ലേ? ഓ ഐ ലവ് യു. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? കണ്ടോളൂ. ഐ ആം വാച്ചിങ് യു ഫ്രം എഫാർ. വെച്ചാൽ നിങ്ങളെ ഇവർ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ DP അപ്ഡേറ്റ്സ് മുതലായ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും. നിങ്ങളൊരു സ്ഥലത്തൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ അടുത്തൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ നിങ്ങളെ ഇവർ ദൂരെ നിന്ന് നോക്കുന്നുണ്ട്. ഐ ആം സോറി ഐ ഹേർട്ട് യു. അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എത്രയും വേഗം ആക്ഷൻ എടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാമെന്നവർ തീരുമാനിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ പോയി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തൊന്ന് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല എനർജി ആയിരുന്നു ഇന്ന്, വളരെ പോസിറ്റീവ് എനർജിയാണ് ഇന്ന് വന്നത്. ഒരു റീയൂണിയനൊക്കെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 111 ഐ ക്ലെയിം ദിസ് പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ട് ഈ എനർജി ക്ലെയിം ചെയ്തോളുക. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ബൈ.